രഞ്ജിനി, ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ ഈ കോൺസ്പിറസിയിൽ? ഞാൻ ആരെയും സംശയിക്കുന്നില്ല. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ നമുക്ക് അതിന്റെ പുറയിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ 100% ഞാൻ പറയുന്നു. ഇതിൽ പുറയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ആരൊക്കെ ഉണ്ട് അതിനകത്ത്. രഞ്ജിനി, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞ അതേ പവർ ഗ്രൂപ്പ് ആയിരിക്കുമോ? അത് നമുക്ക് അന്വേഷിക്കാം. കാരണം ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെ മോശമായ രീതിയിലാണ് ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ആക്ച്വലി നമ്മളുടെ ഇൻഡസ്ട്രി അത്രയ്ക്ക് നൊട്ടോറിയസ് ഒന്നും ഇല്ല കേട്ടോ. അത് നല്ലൊരു അസോസിയേഷൻ ആയിരുന്നു. എല്ലാവരും എത്ര നല്ല ആൾക്കാരുടെ ഉണ്ട് കേട്ടാ. അതില് എല്ലാവരും ഹെൽപ്പ് ചെയ്ത ഒരു മെന്റാലിറ്റിയാണ്. പക്ഷെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പബ്ലിക്കിൽ വരുമ്പോ എല്ലാവരുടെ പേരല്ലേ നമുക്ക് ഈ ഇൻഡസ്ട്രി തന്നെ നശിപ്പിച്ചാണ് കാട്ടുന്നേ. അപ്പോ ഇതൊക്കെ ശരിക്കും ഒരു സൊല്യൂഷൻ ട്രൈബ്യൂണൽ മാത്രമേ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോ നോക്കൂ, ഈ ശ്വേതയുടെ കേസ് വന്നു, സാന്ദ്ര തോമസിന്റെ കേസ് വന്നു, ഇങ്ങനെ കുറെ കേസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗ്രീവൻസ് ഇത് ചെയ്യാൻ ഒരു സെല്ലില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ പണ്ട് തൊട്ട് ഞാൻ ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ് സ്ട്രോങ് ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. സോ എനിക്ക് ട്രൈബ്യൂണൽ വന്നാലേ ഇതെല്ലാം ശരിയാവും. ഇങ്ങനത്തെ എന്താ പറയാ, ചീത്തയായിട്ട് നമ്മളെ ഇൻഡസ്ട്രി അങ്ങനെ ഇല്ല. നമ്മളുടെ ഇൻഡസ്ട്രി നല്ല ഇൻഡസ്ട്രിയാണ്. ചിലവർ ഒരു എന്താ പറയാ, ഒരു ബാസ്ക്കറ്റില് ഒരു റോട്ടൻ ആപ്പിൾ ഉണ്ടെങ്കിൽ എല്ലാം സ്പോയിൽ ആവും. അതാണ് ഇത് നടക്കുന്നത്. ഒരാൾ ചെയ്ത തെറ്റ് എല്ലാവരെയും എഫക്ട് ചെയ്യുന്നു. അത് വരരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് ഒരു ട്രൈബ്യൂണൽ വന്നാലേ ഈ സൊല്യൂഷൻ എല്ലാം സോൾവ് ആവും.